ഏവർക്കും നമസ്കാരം. അഡ്ഹോക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സ്നേഹ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെക്കുറിച്ചും അവയുടെ സവിശേഷതകളെക്കുറിച്ചുമാണ്. അതിന്റെ തുടർഭാഗം തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ആദ്യം പഠിക്കുന്നത് ഒഡീഷയെ കുറിച്ചാണ്. ഉത്കലം എന്നത് ഏതു പ്രദേശത്തിന്റെ പ്രാചീന നാമമാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം. അതിനുത്തരം ഒഡീഷയാണ്. ഉത്കലം എന്നത് ഏതു പ്രദേശത്തിന്റെ പ്രാചീന നാമമാണ്? ഒഡീഷയുടെ പ്രാചീന നാമമാണ്. ഒഡീഷയുടെ പഴയ പേരാണ് കലിംഗം. ഒഡീഷയുടെ പഴയ പേരാണ് കലിംഗം. കന്നുകാലികൾക്കായി ഇന്ത്യയിലെ ആദ്യത്തെ രക്തബാങ്ക് നിലവിൽ വന്നത് ഒഡീഷയിലാണ്. കന്നുകാലികൾക്കായി ഇന്ത്യയിലെ ആദ്യത്തെ രക്തബാങ്ക് നിലവിൽ വന്ന സംസ്ഥാനമാണ് ഒഡീഷ. രാജാറാണി മ്യൂസിക് ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനത്താണുള്ളത്? ഒഡീഷയിലാണ്. രാജാറാണി മ്യൂസിക് ഫെസ്റ്റിവൽ ഒഡീഷയിലാണ് ഉള്ളത്. ധൈത്രി സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ്. ധൈത്രി സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ്. വൈദ്യുതിയുടെ പ്രസരണവും വിതരണവും സ്വകാര്യവൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഒഡീഷ. വൈദ്യുതിയുടെ പ്രസരണവും വിതരണവും സ്വകാര്യവൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഒഡീഷ. സ്മാർട്ട് ഹെൽത്ത് കാർഡുകൾ നൽകിയ ആദ്യ സംസ്ഥാനമാണ് ഒഡീഷ. സ്മാർട്ട് ഹെൽത്ത് കാർഡുകൾ നൽകിയ ആദ്യ സംസ്ഥാനമാണ് ഒഡീഷ. സർക്കാർ ജീവനക്കാർക്ക് ഇ പേയ്മെന്റ് വഴി ശമ്പളം നൽകിയ ആദ്യ സംസ്ഥാനമാണ് ഒഡീഷ. സർക്കാർ ജീവനക്കാർക്ക് ഇ പേയ്മെന്റ് വഴി ശമ്പളം നൽകിയ ആദ്യത്തെ സംസ്ഥാനമാണ് ഒഡീഷ. കത്തീഡ്രൽ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഭുവനേശ്വർ ആണ്. കത്തീഡ്രൽ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഭുവനേശ്വർ ആണ്. ലിംഗരാജ ക്ഷേത്രം എവിടെയാണുള്ളത്? ഭുവനേശ്വറിലാണ്. ലിംഗരാജ ക്ഷേത്രം എവിടെയാണ്? ഭുവനേശ്വറിലാണ്. തെക്കേ അമേരിക്കയിൽ നിന്ന് ഒഡീഷ തീരത്ത് ദേശാടനത്തിനെത്തുന്ന ആമകളാണ് ഒലിവ് റിഡ്ലി. തെക്കേ അമേരിക്കയിൽ നിന്ന് ഒഡീഷ തീരത്ത് ദേശാടനത്തിനെത്തുന്ന ആമകളാണ് ഒലിവ് റിഡ്ലി. ഇന്ത്യയുടെ ആത്മാവ് എന്ന പരസ്യവാചകം ഏത് സംസ്ഥാനവുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്? ഒഡീഷയുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയുടെ ആത്മാവ് എന്ന പരസ്യവാചകം ഒഡീഷ എന്ന സംസ്ഥാനവുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഒഡീഷയുടെ നീതിന്യായ തലസ്ഥാനമാണ് കട്ടക്ക്. ഒഡീഷയുടെ നീതിന്യായ തലസ്ഥാനമാണ് കട്ടക്ക്. രഥോത്സവം നടക്കുന്ന ജഗന്നാഥ ക്ഷേത്രം എവിടെയാണുള്ളത്? പുരി. രഥോത്സവം നടക്കുന്ന ജഗന്നാഥ ക്ഷേത്രം എവിടെയാണുള്ളത്? പുരിയിലാണുള്ളത്. ഒഡീഷയുടെ സാംസ്കാരിക തലസ്ഥാനം ഏതാ? കട്ടക്കാണ്. ഒഡീഷയുടെ സാംസ്കാരിക തലസ്ഥാനം കട്ടക്കാണ്. ഒഡീഷയുടെ നീതിന്യായ തലസ്ഥാനവും കട്ടക്ക് തന്നെയാണ്. ഇന്ത്യയിലെ ക്ഷേത്ര നഗരം എന്നറിയപ്പെടുന്നത് ഭുവനേശ്വർ ആണ്. ഇന്ത്യയിലെ ക്ഷേത്ര നഗരം എന്നറിയപ്പെടുന്നത് ഭുവനേശ്വർ ആണ്. വെളുത്ത പഗോഡ എന്നറിയപ്പെടുന്നത് പുരി ജഗന്നാഥ ക്ഷേത്രമാണ്. വെളുത്ത പഗോഡ എന്നറിയപ്പെടുന്നത് പുരി ജഗന്നാഥ ക്ഷേത്രമാണ്. 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതാ? പഞ്ചാബിനെയാണ്. 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് പഞ്ചാബിനെയാണ്. ഇന്ത്യയിൽ പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് പഞ്ചാബ്. ഇന്ത്യയിൽ പ്രസിഡന്റുമാരുടെ ഭരണം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനമാണ് പഞ്ചാബ്. ഇന്ത്യയുടെ ബൈസിക്കിൾ നഗരം എന്നറിയപ്പെടുന്നത് പഞ്ചാബിലെ ലുധിയാനയാണ്. ഇന്ത്യയുടെ ബൈസിക്കിൾ നഗരം എന്നറിയപ്പെടുന്നത് പഞ്ചാബിലെ ലുധിയാനയാണ്. കാർഷിക ആദായ നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ്. കാർഷിക ആദായ നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ്. ആര്യന്മാർ ഇന്ത്യയിൽ ആദ്യമായി കുടിയേറിയ സ്ഥലമാണ് പഞ്ചാബ്. ആര്യന്മാർ ഇന്ത്യയിൽ ആദ്യമായി കുടിയേറിയ സ്ഥലമാണ് പഞ്ചാബ്. വളത്തിന്റെ ഉപയോഗത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനമാണ് പഞ്ചാബ്. വളത്തിന്റെ ഉപയോഗത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനമാണ് പഞ്ചാബ്. ഏഷ്യയുടെ ബെർലിൻ മതിൽ എന്നറിയപ്പെടുന്നത് വാഗാ അതിർത്തിയാണ്. ഏഷ്യയുടെ ബെർലിൻ മതിൽ എന്നറിയപ്പെടുന്നത് വാഗാ അതിർത്തിയാണ്. പശ്ചിമ അസ്വസ്ഥത കാരണം ശൈത്യകാല മഴ ലഭിക്കുന്ന ഇന്ത്യൻ പ്രദേശമാണ് പഞ്ചാബ്. പശ്ചിമ അസ്വസ്ഥത കാരണം ശൈത്യകാല മഴ ലഭിക്കുന്ന ഇന്ത്യൻ പ്രദേശമാണ് പഞ്ചാബ്. ഇന്ത്യയിലെ ആദ്യത്തെ ഈ പഞ്ചായത്ത് സ്റ്റേറ്റായി പ്രഖ്യാപിക്കപ്പെട്ടത് പഞ്ചാബിനെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഈ പഞ്ചായത്ത് സ്റ്റേറ്റായി പ്രഖ്യാപിച്ചത് പഞ്ചാബിനെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുരുദ്വാര സുവർണ ക്ഷേത്രമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുരുദ്വാര സുവർണ ക്ഷേത്രമാണ്. അടുത്ത സംസ്ഥാനം നമുക്ക് രാജസ്ഥാനാണ്.
രാജസ്ഥാനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഉത്തരേന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത നേടിയത് അജ്മീർ ആണ്. ഉത്തരേന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ലയാണ് അജ്മീർ. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് നടപ്പാക്കിയത് രാജസ്ഥാനിലാണ്. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഇന്ത്യയിൽ എവിടെയാണ് പഞ്ചായത്തി രാജിന് തുടക്കം കുറിച്ചത്? നാഗൂർ. ഇന്ത്യയിൽ എവിടെയാണ് പഞ്ചായത്തി രാജിന് തുടക്കം കുറിച്ചത്? നാഗൂറിലാണ്. തരിശുഭൂമി ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ. തരിശുഭൂമി ഏറ്റവും കൂടുതലുള്ളത് രാജസ്ഥാനിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ബയോഫ്യൂവൽ പോളിസി നടപ്പിലാക്കിയത് രാജസ്ഥാനിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ബയോഫ്യൂവൽ പോളിസി നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാനാണ്. പ്രാചീന കാലത്ത് രാജസ്ഥാൻ പ്രദേശം അറിയപ്പെട്ടിരുന്നത് മത്സ്യ എന്ന പേരിലായിരുന്നു. പ്രാചീന കാലത്ത് രാജസ്ഥാൻ പ്രദേശം അറിയപ്പെട്ടിരുന്ന പേരാണ് മത്സ്യ. സ്വീഡിഷ് സർക്കാരിന്റെ സഹായത്തോടെ ലോക് ജംബീഷ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ. സ്വീഡിഷ് സർക്കാരിന്റെ സഹായത്തോടെ ലോക് ജംബീഷ് പദ്ധതി ആരംഭിച്ചത് രാജസ്ഥാനിലാണ്. കേൾക്കാനുള്ള അവകാശ നിയമം കൊണ്ടുവന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ. കേൾക്കാനുള്ള അവകാശ നിയമം കൊണ്ടുവന്നത് 2012 കൊണ്ടുവന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. അന്ധത നിയന്ത്രണ നയം നടപ്പാക്കിയ രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് രാജസ്ഥാൻ. അന്ധത നിയന്ത്രണ നയം നടപ്പാക്കിയ രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് രാജസ്ഥാൻ. കുടിവെള്ളത്തിനായി ATM നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ. കുടിവെള്ളത്തിനായി ATM നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ. രാജസ്ഥാനിലെ ഏക ഹിൽ സ്റ്റേഷനാണ് മൗണ്ട് അബു. രാജസ്ഥാനിലെ ഏക ഹിൽ സ്റ്റേഷനാണ് മൗണ്ട് അബു. അടുത്തത് നമുക്ക് സിക്കിമിനെ കുറിച്ച് പഠിക്കാം. അസോസിയേറ്റ് സ്റ്റേറ്റ് പദവി ഉണ്ടായിരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. അസോസിയേറ്റ് സ്റ്റേറ്റ് പദവി ഉണ്ടായിരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. തുറന്ന സ്ഥലത്ത് മലമൂത്ര വിസർജനം ഇല്ലാത്ത ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. തുറന്ന സ്ഥലത്ത് മലമൂത്ര വിസർജനം ഇല്ലാത്ത ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. മരത്തെ ബന്ധുവാക്കുന്ന നിയമം കൊണ്ടുവന്ന ആദ്യത്തെ സംസ്ഥാനമാണ് സിക്കിം. മരത്തെ ബന്ധുവാക്കുന്ന നിയമം കൊണ്ടുവന്ന ആദ്യ സംസ്ഥാനമാണ് സിക്കിം. ഭൂട്ടിയ വിഭാഗത്തിന്റെ പരമ്പരാഗത പുതുവർഷാഘോഷമായ ലൊസൂങ് മേള നടക്കുന്നത് സിക്കിമിലാണ്. ഭൂട്ടിയ വിഭാഗത്തിന്റെ പരമ്പരാഗത പുതുവർഷാഘോഷമായ ലൊസൂങ് മേള നടക്കുന്നത് സിക്കിമിലാണ്. ഗൂർഖ വംശജർക്ക് ഭൂരിപക്ഷമുള്ളത് സിക്കിമിലാണ്. ഗൂർഖ വംശജർക്ക് ഭൂരിപക്ഷമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. വൺ ഫാമിലി വൺ ജോബ് പദ്ധതി ആരംഭിച്ചത് സിക്കിമിലാണ്. വൺ ഫാമിലി വൺ ജോബ് എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് സിക്കിം. ഇന്ത്യയിൽ ആദ്യമായി നിർമ്മൽ സ്റ്റേറ്റ് പദവി നേടിയ സംസ്ഥാനമാണ് സിക്കിം. ഇന്ത്യയിൽ തന്നെ ആദ്യമായി നിർമ്മൽ സ്റ്റേറ്റ് പദവി നേടിയത് സിക്കിമാണ്. 3 ലാമകളുടെ സംഗമസ്ഥാനം എന്നറിയപ്പെടുന്നത് സിക്കിമിലെ യുക്സാം എന്ന സ്ഥലമാണ്. 3 ലാമകളുടെ സംഗമസ്ഥാനം എന്നറിയപ്പെടുന്ന സിക്കിമിലെ സ്ഥലമാണ് യുക്സാം. ലെപ്ച, ഭൂട്ടിയ എന്നിവ ഏത് സംസ്ഥാനത്തെ ജനതയാണ്? സിക്കിമിലെയാണ്. ലെപ്ച, ഭൂട്ടിയ എന്നിവ സിക്കിമിലെ ജനതയാണ്. നിർമ്മൽ ഭാരത് അഭിയാൻ പ്രകാരം 100% ശുചീകരണ പ്രവർത്തനം നടപ്പിലാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. നിർമ്മൽ ഭാരത് അഭിയാൻ പ്രകാരം 100% ശുചീകരണ പ്രവർത്തനം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് സിക്കിം. ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. നേപ്പാളി വംശജർക്ക് ഭൂരിപക്ഷമുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. നേപ്പാളി വംശജർക്ക് ഭൂരിപക്ഷമുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. ഭൂട്ടാനും നേപ്പാളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. ഭൂട്ടാനും നേപ്പാളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. ദോക്ലാം എന്ന ഭൂപ്രദേശം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. ദോക്ലാം എന്ന ഭൂപ്രദേശം സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. ഇന്ത്യയുടെ പ്രൊട്ടക്ടറേറ്റ് ആയിരിക്കുകയും പിന്നീട് സംസ്ഥാനമാകുകയും ചെയ്ത പ്രദേശമാണ് സിക്കിം. ഇന്ത്യയുടെ പ്രൊട്ടക്ടറേറ്റ് ആയിരിക്കുകയും പിന്നീട് അത് സംസ്ഥാനമായി മാറുകയും ചെയ്തതാണ് സിക്കിം.
നെല്ലിന്റെ താഴ്വര എന്നർത്ഥമുള്ള ഡെൻജോങ് എന്ന പുരാതന നാമം ഇന്ത്യയിലെ സിക്കിമിനാണ് ഉള്ളത്. നെല്ലിന്റെ താഴ്വര എന്നർത്ഥമുള്ള ഡെൻജോങ് എന്ന പുരാതന നാമം ഇന്ത്യയിലെ സിക്കിം എന്ന സംസ്ഥാനത്തിൻ്റെതാണ്. ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ യൂണിയനോട് ചേർക്കപ്പെട്ട ഭരണഘടകമാണ് സിക്കിം. ഏറ്റവും ഒടുവിലായി ഇന്ത്യൻ യൂണിയനോട് ചേർക്കപ്പെട്ട ഭരണഘടകമാണ് സിക്കിം. അടുത്തത് നമുക്ക് തമിഴ്നാടിനെ കുറിച്ച് പഠിക്കാം. തമിഴ്നാട് സർക്കാരാണ് വിവരാവകാശ നിയമം ആദ്യമായി വിജയകരമായി നടപ്പാക്കിയത്. തമിഴ്നാട് സർക്കാരാണ് വിവരാവകാശ നിയമം ആദ്യമായിട്ട് തന്നെ വിജയകരമായി നടപ്പാക്കിയിട്ടുള്ളത്. കമ്പ രാമായണത്തിന്റെ കർത്താവായ കമ്പർ ഏത് സംസ്ഥാനത്താണ് ജീവിച്ചിരിക്കുന്നത്? തമിഴ്നാട്ടിലാണ്. സ്വാതന്ത്ര്യാനന്തര മിഡ് ഡേ മീൽ സ്കീം നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. സ്വാതന്ത്ര്യാനന്തരം മിഡ് ഡേ മീൽ സ്കീം നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാട്ടിലെ മേജർ തുറമുഖങ്ങളാണ് ചെന്നൈയും തൂത്തുക്കുടിയും എണ്ണൂറും. തമിഴ്നാട്ടിലെ മേജർ തുറമുഖങ്ങൾ 3 എണ്ണമാണ്: ചെന്നൈ, തൂത്തുക്കുടി, എണ്ണൂർ. ഇന്ത്യയിലെ ആദ്യത്തെ സംഗീത മ്യൂസിയം സ്ഥാപിക്കാൻ തീരുമാനിച്ചത് തമിഴ്നാട്ടിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സംഗീത മ്യൂസിയം സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. ദക്ഷിണേന്ത്യയിൽ ലോക് അദാലത്ത് സംഘടിപ്പിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. ദക്ഷിണേന്ത്യയിൽ ലോക് അദാലത്ത് സംഘടിപ്പിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. സംഘടിപ്പിച്ച വർഷം 1986 ആണ്. ജവഹർ നവോദയ വിദ്യാലയം ഇല്ലാത്ത ഏക ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. ജവഹർ നവോദയ വിദ്യാലയം ഇല്ലാത്ത ഏക ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. നിലവിലെ തമിഴ്നാടിന്റെ ഭൂരിപക്ഷ മേഖലകളാണ് കർണാട്ടിക് പ്രദേശങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. നിലവിലെ തമിഴ്നാടിന്റെ ഭൂരിപക്ഷ മേഖലകളാണ് കർണാട്ടിക് പ്രദേശങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. അടുത്ത സംസ്ഥാനം തെലങ്കാനയാണ്. നിലവിൽ വന്ന സമയത്ത് തെലങ്കാന ഇന്ത്യയിലെ എത്രാമത്തെ സംസ്ഥാനമായിരുന്നു? 29 നിലവിൽ വന്ന സമയത്ത് തെലങ്കാന ഇന്ത്യയിലെ 29ാമത്തെ സംസ്ഥാനമായിരുന്നു. നിലവിൽ വന്ന സമയത്ത് തെലങ്കാന ഇന്ത്യയിലെ എത്രാമത്തെ സംസ്ഥാനമായിരുന്നു? 29. നിലവിൽ വന്ന സമയത്ത് തെലങ്കാന ഇന്ത്യയിലെ 29ാമത്തെ സംസ്ഥാനമായിരുന്നു. ഇപ്പോൾ സംസ്ഥാനങ്ങളുള്ളത് 28. തെലങ്കാന സംസ്ഥാനത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ചന്ദ്രശേഖര റാവു. തെലങ്കാന സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയാണ് ചന്ദ്രശേഖര റാവു. ഇന്ത്യയിൽ ഏറ്റവും ഒടുവിൽ നിലവിൽ വന്ന സംസ്ഥാനമാണ് തെലങ്കാന. ഇന്ത്യയിൽ ഏറ്റവും ഒടുവിൽ നിലവിൽ വന്ന സംസ്ഥാനമാണ് തെലങ്കാന. 2014 ജൂൺ 2 നിലവിൽ വന്നത്. സ്റ്റേറ്റ് GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് തെലങ്കാന. സ്റ്റേറ്റ് GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് തെലങ്കാന. 2017 പാസാക്കിയത്. ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും പഠിച്ചിരിക്കണം. പ്രസിഡന്റ് ഭരണം നിലവിൽ വരാത്ത ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് തെലങ്കാന. പ്രസിഡന്റ് ഭരണം നിലവിൽ വരാത്ത ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് തെലങ്കാന. ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് രഹിത ഹൈക്കോടതിയാണ് ഹൈദരാബാദ്. ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് രഹിത ഹൈക്കോടതിയാണ് ഹൈദരാബാദ്. കോളേജ് ഓഫ് ഡിഫൻസ് മാനേജ്മെന്റ് എവിടെയാണ്? സെക്കന്ദരാബാദിലാണ്. കോളേജ് ഓഫ് ഡിഫൻസ് മാനേജ്മെന്റ് എവിടെയാണ്? സെക്കന്ദരാബാദിലാണ്. കുംഭമേള കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മേളയായ മേധാരം ജാത്ര നടക്കുന്നത് തെലങ്കാനയിലാണ്. കുംഭമേള കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മേളയാണ് മേധാരം ജാത്ര. അത് നടക്കുന്നത് തെലങ്കാനയിലാണ്. തെലങ്കാനയിലെ പ്രസിദ്ധമായ വജ്രഖനിയാണ് ഗോൽക്കൊണ്ട. തെലങ്കാനയിലെ പ്രസിദ്ധമായ വജ്രഖനിയാണ് ഗോൽക്കൊണ്ട. സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി എവിടെയാണ്? ഹൈദരാബാദിലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി എവിടെയാണ്? ഹൈദരാബാദിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എവിടെയാണ്? ഹൈദരാബാദ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എവിടെയാണ്? ഹൈദരാബാദിലാണ്. കൃഷിക്കായി ഒരു പ്രത്യേക ബജറ്റ് തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനമാണ് തെലങ്കാന.
കൃഷിക്കായി ഒരു പ്രത്യേക ബജറ്റ് തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനമാണ് തെലങ്കാന. നക്സലൈറ്റ് പ്രവർത്തനത്തിന് കുപ്രസിദ്ധമായ വാറങ്ങൽ ഏത് സംസ്ഥാനത്താണ്? തെലങ്കാനയിലാണ്. നക്സലൈറ്റ് പ്രവർത്തനത്തിന് കുപ്രസിദ്ധമായ വാറങ്ങൽ ഏത് സംസ്ഥാനത്താണ്? തെലങ്കാനയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക് സ്ഥാപിച്ച സംസ്ഥാനമാണ് തെലങ്കാന. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക് സ്ഥാപിച്ച സംസ്ഥാനമാണ് തെലങ്കാന. ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ച സ്ഥലമാണ് തെലങ്കാനയിലെ പോച്ചംപള്ളി. ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ച സ്ഥലമാണ് തെലങ്കാനയിലെ പോച്ചംപള്ളി. ഹൈടെക് സിറ്റി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ നഗരമാണ് ഹൈദരാബാദ്. ഹൈടെക് സിറ്റി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? ഹൈദരാബാദ് ആണ്. സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന തെലങ്കാനയിലെ ഉത്സവമാണ് ബാതുക്കമ്മ. സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന തെലങ്കാനയിലെ ഉത്സവമാണ് ബാതുക്കമ്മ. അടുത്തത് നമുക്ക് ത്രിപുരയെ കുറിച്ച് പഠിക്കാം. ഇന്ത്യയുടെ രണ്ടാം റബ്ബർ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ത്രിപുരയെയാണ്. ഇന്ത്യയുടെ രണ്ടാം റബ്ബർ തലസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ത്രിപുര. ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര. ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ 7 സംസ്ഥാനങ്ങളിൽ ഏറ്റവും വിസ്തീർണം കുറഞ്ഞത് ത്രിപുരയ്ക്കാണ്. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ 7 സംസ്ഥാനങ്ങളിൽ നിന്നും ഏറ്റവും വിസ്തീർണം കുറഞ്ഞത് ത്രിപുരയ്ക്കാണ്. ത്രിപുരയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ പോലെ തന്നെ ഭരണ സംവിധാനം ഏർപ്പെടുത്തിയ രാജാവാണ് മഹാരാജ മാണിക്യ ബഹാദൂർ. ത്രിപുരയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ പോലെ തന്നെ ഭരണ സംവിധാനം ഏർപ്പെടുത്തിയ രാജാവാണ് മഹാരാജ മാണിക്യ ബഹാദൂർ. ത്രിപുരയിലെ ആദിവാസി വീടുകളുടെ പേരാണ് ടോങ്. ത്രിപുരയിലെ ആദിവാസി വീടുകൾക്കുള്ള പേരാണ് ടോങ്. 3 വശവും അയൽ രാജ്യത്താൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര. 3 വശവും അയൽ രാജ്യത്താൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തിയ ആദ്യ വടക്കു കിഴക്കൻ ഇന്ത്യയിലെ സംസ്ഥാനമാണ് ത്രിപുര. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തിയ ആദ്യ വടക്കു കിഴക്കൻ ഇന്ത്യയിലെ സംസ്ഥാനമാണ് ത്രിപുര. അടുത്ത സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. 8 അയൽ സംസ്ഥാനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിന് 8 അയൽ സംസ്ഥാനങ്ങളാണ് ഉള്ളത്. ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ നഗരം ഏതാ? കാൺപൂർ ആണ്. ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ നഗരമാണ് കാൺപൂർ. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ പത്രങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ പത്രങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം. ദേശീയ സമരത്തിന്റെ ഭാഗമായി നടന്ന ചൗരി ചൗര സംഭവം ഉത്തർപ്രദേശിലെ ഏത് ജില്ലയിലാണ് നടന്നത്? ഗോരഖ്പൂർ. ദേശീയ സമരത്തിന്റെ ഭാഗമായി നടന്ന ചൗരി ചൗര സംഭവം ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ എന്ന ജില്ലയിലാണ് നടന്നത്. ഇന്ത്യയിൽ ആദ്യമായി DPEP ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി DPEP ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇന്ത്യൻ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പദം വഹിച്ച ആദ്യ ദളിത് വനിതയാണ് മായാവതി. ഇന്ത്യൻ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പദം വഹിച്ച ആദ്യ ദളിത് വനിതയാണ് മായാവതി. മുത്തലാഖ് ബിൽ അംഗീകരിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. മുത്തലാഖ് ബിൽ അംഗീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി കമ്മ്യൂണിറ്റി കിച്ചണുകളെ ജിയോ ടാഗ് ചെയ്ത സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി കമ്മ്യൂണിറ്റി കിച്ചണുകളെ ജിയോ ടാഗ് ചെയ്ത സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർമാർ യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നതിന് തീരുമാനിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ പട്ടികജാതികളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ പട്ടികജാതികളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയത് ഉത്തർപ്രദേശിനാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയത് ഉത്തർപ്രദേശിനാണ്. ഏറ്റവും കൂടുതൽ വില്ലേജുകൾ ഉള്ളതോ ഉത്തർപ്രദേശിൽ തന്നെയാണ്. ഏറ്റവും കൂടുതൽ വില്ലേജുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് തന്നെയാണ്. ബ്രഹ്മർഷി ദേശം, മധ്യദേശം എന്നീ പേരുകളിൽ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത് ഉത്തർപ്രദേശാണ്. ബ്രഹ്മർഷി ദേശം, മധ്യദേശം എന്നീ പേരുകളിൽ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ആര്യാവർത്തം എന്ന് അറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് ഉത്തർപ്രദേശ്. ആര്യാവർത്തം എന്ന് അറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ ദേശീയ സ്മാരകങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്.
ഏറ്റവും കൂടുതൽ ദേശീയ സ്മാരകങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ പ്രസിദ്ധീകരണങ്ങൾ ഇറങ്ങുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ പ്രസിദ്ധീകരണങ്ങൾ ഇറങ്ങുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിന്റെ നീതിന്യായ തലസ്ഥാനം ഹൈക്കോടതി ആസ്ഥാനമായിട്ടുള്ള അലഹാബാദ് ആണ്. ഉത്തർപ്രദേശിന്റെ നീതിന്യായ തലസ്ഥാനം വരുന്നത് അലഹാബാദാണ്, ഹൈക്കോടതിയുടെ ആസ്ഥാനമാണ്. ഗംഗാ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഗംഗാ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിന്റെ സാമ്പത്തിക വ്യാവസായിക തലസ്ഥാനം കാൺപൂർ ആണ്. ഉത്തർപ്രദേശിന്റെ സാമ്പത്തിക വ്യാവസായിക തലസ്ഥാനം കാൺപൂർ ആണ്. ഗംഗ, യമുന, സരസ്വതി എന്നീ നദികളുടെ സംഗമം ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശിലാണ്. ഗംഗ, യമുന, സരസ്വതി എന്നീ നദികളുടെ സംഗമം ഉത്തർപ്രദേശിലാണ്. ഇന്ത്യയുടെ ആത്മീയ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് വാരണാസിയാണ്. ഇന്ത്യയുടെ ആത്മീയ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് വാരണാസിയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഒഡീഷ, രാജസ്ഥാൻ, സിക്കിം, പഞ്ചാബ്, തെലങ്കാന, ത്രിപുര, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളെ കുറിച്ചാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ തുടർഭാഗം തന്നെ പഠിക്കാം. താങ്ക് യു.